എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, യേശുവേ യേശുവേ എൻ പ്രാണനാഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സദാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ നാളും നല്ല ഇടയനായ നമ്മുടെ കർത്താവ് നമ്മെ മുട്ടുകൂടാതെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നടത്തുന്ന, ആശ്വസിപ്പിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 146 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരുതലുകൾ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 146 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ഈ സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ മക്കളോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ, ദൈവത്തിൻ്റെ താങ്ങുന്ന കരങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹങ്ങൾ, ഈ നിലകളിലുള്ള വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ഈ 8 വാക്യത്തിൽ ഇവിടെ അതിൻ്റെ 2 ഭാഗത്ത് നാം വായിക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം നമ്മളുടെ ഓരോ ചലനങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും അറിയുന്ന സർവശക്തനായ ദൈവം. ഇവിടെ നാം വായിക്കുന്നത് കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കുനിവ്, ഈ ഇരിപ്പ്, ഈ തളർച്ച ഏത് നിലകളിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ജീവിത ക്ലേശത്തിൻ്റെ, ജീവിത ഭാരത്തിൻ്റെ, ജീവിത കഷ്ടങ്ങൾ, നഷ്ടങ്ങളുടെയും പരിഹാസത്തിൻ്റെയും പലതിലും നിന്ദിക്കപ്പെട്ടതിൻ്റെ ഒരു കുനിവാണ്, ഒരു തളർച്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുകളിലോട്ട് നോക്കുവാൻ കഴിയാതെ ഇരുത്തിക്കളയുന്ന അനുഭവങ്ങൾ. പ്രിയരെ, മുകളിലോട്ട് നോക്കുവാൻ കഴിയാതെ പലപ്പോഴും ഇരുത്തിക്കളയുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇരുത്തിക്കളയുന്ന ഈ ക്ലേശങ്ങളിൽ, ഈ ഭാരത്തിൽ, ഈ കഷ്ടങ്ങളിൽ, ഈ പരിഹാസത്തിൽ, ഈ പലതിലുള്ള നിന്ദയുടെ അനുഭവങ്ങളിൽ, ഇതിൻ്റെ നടുവിൽ നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പലവിധമായ ചിന്തകളാൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റി, നിങ്ങളുടെ ഹൃദയത്തിലുള്ള വലിയ ഭാരങ്ങളെ എടുത്തു മാറ്റി, വലിയ ചുമടുകളെ എടുത്തു മാറ്റി ആശ്വാസം തരുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു. യേശു വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
നിങ്ങളുടെ ജീവിത ഭാരത്തെ ഞാൻ എടുത്തു മാറ്റാം. യേശു പറയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന വിഷയങ്ങളെന്തോ അതിൽ നിന്നൊക്കെയും പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അതെ, നാം 3-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ഭാരങ്ങൾ ഏറ്റുകൊണ്ട്, നിന്ന ഏറ്റുകൊണ്ട്, ശത്രുക്കളുടെ വാക്കുകൾ ഏറ്റുകൊണ്ട് താൻ ഓടിപ്പോകുമ്പോൾ ദൈവത്തോട് താൻ പറയുന്നു, യഹോവേ, എൻ്റെ വൈരികൾ അത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. വൈരികൾ, എതിർക്കുന്നവർ, അവർ പലതും എന്നെക്കുറിച്ച് പറയുന്നു. നിന്ദകളുടെയും പരിഹാസത്തിൻ്റെയും വാക്കുകൾ എൻ്റെ നേരെ അവർ തൊടുത്തി വിടുന്നു. അവർ പറയുന്നു, ഇനി ദാവീദിന് ദൈവത്തിന് രക്ഷയില്ല എന്ന് പറയുന്നു. ഇനി അവൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, ഇനി അവൻ മടങ്ങി വരികയില്ല, ഈ പോക്കിനാൽ അവൻ അവസാനിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വചനം അവൻ ഏറ്റെടുക്കുകയാണ്. മുകളിലോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണമുള്ള നിന്ദകളും ഭാരങ്ങളും വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവൻ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നു. എൻ്റെ തലയെ നീ ഉയർത്തും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ എനിക്ക് നീ മടക്കി തരും. അവിടുന്ന് നീ എന്നെ സഹായിക്കും. എൻ്റെ തലയെ നീ ഉയർത്തും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ ഏത് നിമിഷത്തിലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നത്? പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിന്റെ നിന്ദയെ മാറ്റുവാൻ, നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, രോഗത്തെ സൗഖ്യമാക്കുവാൻ, ഒരു വഴിയെ തുറന്നു തരുവാൻ ദൈവം സർവശക്തനാണ്. അതെ, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്കൊരു സാധ്യത വരുത്തും. നിന്റെ തലമുറയ്ക്ക് ദൈവം ഒരു സാധ്യത വരുത്തും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുക. ദാവീദിന്റെ തലയെ ഉയർത്തിയവൻ, അവനെ നിവർത്തിയെടുത്തവൻ, നിങ്ങളെയും നിവർത്തിയെടുക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് മാത്രമേ കുനിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മളെ നിവർത്തിയെടുക്കുവാൻ കഴിയുള്ളൂ എന്ന്. അതിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ, ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് അവൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 18 വർഷക്കാലം ഇവൾ ഒരു രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ടുകൊണ്ട് ഒരു രോഗത്തിന്റെ ആത്മാവളെ കുനിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ അവൾ ശബത്ത് നാളിൽ സിനഗോഗിൽ ചെന്നിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശു ആ സ്ത്രീയെ നോക്കി പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. ആ നാഴികയിൽ തന്നെ അവൾ നിവർന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, നിന്റെ പ്രശ്നത്തിനൊരു വാക്ക് കൽപ്പിക്കുവാൻ, നിന്നെ നിവർത്തുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. കുനിഞ്ഞു നിൽക്കുന്നവരെ നിവർത്തുവാൻ കഴിവുള്ള ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിൽ തലമുറയിൽ വെളിപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ഏത് നിലയിലാണ് അവരെ കുനിച്ചു നിർത്തുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ആ പ്രശ്നത്തെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. എന്നുടേ
എൻ മരണം മാറ്റി നീ നിൻ മരണയാഗത്താൽ എൻ മരണം മാറ്റി നീ ഞാൻ പാടുമേ ഞാൻ പാടുമേ ഞാൻ